ഹേയ് ഓൾസോ ഞാൻ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ചായി ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. സോ ഒരു ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആയപ്പോഴാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. സോ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഈ ഒരു ഇടിയപ്പം കടലക്കറിയാണ് കുക്ക് ചെയ്ത് കഴിച്ചിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വർക്കിന് കയറി. ഇപ്പോൾ കുറച്ച് വർക്ക്സ് ഉണ്ടായിരുന്നു. കുറച്ച് മെയിൽസ് ചെക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഷീറ്റ്സ് അപ്ഡേറ്റ് ചെയ്യാനും പിന്നെ ഒരു പോസ്റ്റർ ഡിസൈനും കൂടി ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ക്യാൻവ യൂസ് ചെയ്തിട്ടാണ് പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത്. If you're someone who knows how to use Canva and would like to earn money by sitting at home, ഈ Canva templates സെല് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് മോർണിംഗ് റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ ഒരുപാടൊന്നുമില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ തന്നെ വർക്കിന് കയറും. പിന്നെ ഏകദേശം ലഞ്ച് ടൈമൊക്കെ ആവും കഴിയാനായിട്ട്. സോ ലഞ്ച് ടൈം ആയപ്പോഴേക്കും ഞാൻ ഈ ഒരു മന്തിയാണ് കഴിച്ചിട്ടുള്ളത്. പിന്നെ ഞാനൊരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് വീഡിയോ എടുത്തത്. ഞാനൊരു ജേർണലിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു പോഡ്കാസ്റ്റ് ഒക്കെ കേട്ട ഒരു ജേർണലിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ലോങ് ടൈം സ്ക്രീനിന് മുമ്പിൽ ഇരുന്നാൽ ഈവനിങ് ടൈം ആകുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇതാണ് എൻ്റെ ഒരു ജേർണലിംഗ് ബുക്ക് എന്ന് പറയുന്നത്. ജേർണലിംഗ് ബുക്ക് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഓൾമോസ്റ്റ് എൻ്റെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ബുക്ക് തന്നെയാണ് ചെയ്യാറുള്ളത്. ലൈക്ക് പെയിന്റിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ബുക്ക് തന്നെയാണ് ചെയ്യാറുള്ളത്. ഇന്നൊരു മിനിമലായിട്ടൊരു ജേർണലിംഗ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് ഞാൻ റീസെൻ്റ്ലി ചെയ്ത കുറച്ച് ജേർണലിംഗ് പേജസ് എന്ന് പറയുന്നത്. ഇതിലത്തൊക്കെ ഞാൻ സ്റ്റിക്കേഴ്സ് ഞാൻ തന്നെ കളർ ചെയ്ത് കട്ട് ഔട്ട് ചെയ്തെടുത്ത് ഒട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ സ്റ്റിക്കേഴ്സ് ഒന്നും അധികം യൂസ് ചെയ്യാറില്ല. ഞാൻ ഇതേപോലെ പെയിൻറ്റ് ചെയ്തത് കട്ട് ഔട്ട് ചെയ്തെടുത്തിട്ടാണ് ജേർണലിങ്ങിനൊക്കെ യൂസ് ചെയ്യാറ്. ഇന്ന് ഞാൻ കുറച്ച് ദിവസം മുന്നേ ചെയ്തൊരു പെയിൻറ്റിങ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ഞാനത് കട്ട് ഔട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചൊരു ജേർണലിംഗ് ചെയ്യാമെന്ന് വെച്ചിട്ട്. സോ ഇന്ന് ഞാൻ ആ ഒരു കട്ട് ഔട്ട്സ് വെച്ചിട്ടാണ് ജേർണലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സിമ്പിളായിട്ട് ആ ഒരു കട്ട് ഔട്ട്സ് മാത്രം വെച്ചിട്ടൊരു ജേർണലിംഗ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത് പ്ലേസ് ചെയ്ത് നോക്കുവാണ് എങ്ങനെ വെച്ചാൽ കൂടുതൽ ഭംഗി ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ ജേർണലിംഗ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഡസൻ ഹാവ് ടു ബി പെർഫെക്റ്റ്. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറക്കാനും മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാനും അതുപോലെ ക്രിയേറ്റിവിറ്റി കൂട്ടാനൊക്കെ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. സോ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാം, അത്രേ ഉള്ളൂ. ഈ റീഡിങ്, വാക്കിംഗ്, പെയിന്റിങ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ്സ് മോസ്റ്റ് ലൈക്ക് എ തെറാപ്പി. നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആണ് എന്ന് തോന്നുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. എനിക്ക് ഈ ഒരു ബ്രൗൺ പേപ്പർ ഇവിടെ പ്ലേസ് ചെയ്ത സമയത്ത് ഒരു ബീച്ച് വൈബൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യും. സോ ഞാൻ ഈ ഒരു കട്ടൗട്ട്സ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ജേർണലിംഗ് ചെയ്യാൻ ഇഷ്ടമാണ് എന്നാൽ സ്റ്റിക്കേഴ്സും അതേപോലെ സ്റ്റേഷനറീസ് ഒന്നും ഇല്ലാന്ന് വെച്ചിട്ട് നിങ്ങൾ ജേർണലിംഗ് ചെയ്യാതിരിക്കരുത്. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പെയിന്റ് ചെയ്തിട്ട് കട്ടൗട്ട്സ് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ കട്ടിങ്സ് വെച്ചിട്ടോ അതേപോലെ ഏതെങ്കിലും ബുക്കിൽ നിന്നൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇതേപോലെ ജേർണലിംഗ് ചെയ്യാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ജേർണലിംഗ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര റിലാക്സിങ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഈ ജേർണലിംഗ് ചെയ്യുക, പെയിന്റ് ചെയ്യുക. ഞാൻ നല്ല പോലെ പെയിന്റ് ഒന്നും ചെയ്യില്ല, എന്നാലും എനിക്ക് പെയിന്റ് ചെയ്യുക അതേപോലെ ജേർണലിംഗ് ചെയ്യുക, ബുക്ക് വായിക്കുക, ഇതൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. കൂടുതൽ ഞാൻ ഈവനിങ് ടൈമിലാണ് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാറുള്ളത്. എനിക്ക് ഈ ഒരു സ്ഥലത്തൊരു ബ്ലാങ്ക് ഫീൽ ആവുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ഒരു പ്ലാന്റ് ഡിസൈനിനായിട്ട് എന്തെങ്കിലും കൊടുക്കാം. സോ ഞാൻ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ ഗ്രീൻ വാട്ടർ കളർ യൂസ് ചെയ്തിട്ടൊരു പ്ലാന്റ് വരച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇതേപോലെയാണ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാറുള്ളത്. ഞാൻ ഈ ഒരു ഗ്രീൻ വാട്ടർ കളർ വെച്ചിട്ട് ഇതേപോലെ 2 പ്ലാന്റ് വരച്ചിട്ട് ഒരു പെന്ന് ബ്ലാക്ക് ഇങ്ക് പെന്ന് യൂസ് ചെയ്തിട്ട് അതിനൊന്ന് ബോർഡർ വരച്ചു കൊടുക്കുകയാണ്.
ഇനി ഇത് ഒന്ന് കട്ട് ഔട്ട് ചെയ്തെടുക്കണം. സോ ഞാൻ കട്ട് ഔട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ സ്റ്റിക്ക് ചെയ്യണം. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഫില്ലായി. എനിക്ക് ഈ ഒരു ചെയ്ത പേജ് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ ഞാൻ രണ്ട് സൈഡിലായിട്ട് ഒരു സൈഡിൽ എന്തെങ്കിലും ഇൻസ്പിറേഷണൽ കോട്ട്സും പിന്നെ അപ്പുറത്തെ സൈഡിൽ പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ചെയ്യാൻ പറ്റുന്നൊരു തിങ്സ് ടു ഡു എന്നുള്ള രീതിക്ക് കുറച്ച് പോയിന്റ്സ് ആണ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. സോ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു നൈറ്റൊക്കെ ആയപ്പോഴാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു അനിമ മൂവി കാണാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇഷ്ടമുള്ളൊരു അനിമ മൂവിയാണ് സുസുമി, അതേപോലെ ഫയർഫ്ലൈസ്. പിന്നെ ഒന്നുകൂടി ഉണ്ട്, ആക്ച്വലി ഞാൻ അതിൻ്റെ പേര് മറന്നു. എനിക്ക് ഞാൻ അധികം ഒന്നും കണ്ടിട്ടില്ല, എന്നാലും കണ്ടതിൽ വെച്ചിട്ട് ആ മൂന്നെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ആക്ച്വലി രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ സുസുമി എന്ന് പറയുന്ന അനിമ മൂവി കാണുന്നത്. പിന്നെ എൻ്റെ അടുത്ത് ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ അതോടെ കഴിക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും പറയുന്നത് രാത്രി ഇങ്ങനെ ചോക്ലേറ്റ്സ് കഴിക്കുന്നത് നല്ല കാര്യമല്ല. ഏതായാലും കാണുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കണം തോന്നിയപ്പോൾ ജസ്റ്റ് എടുത്തതാണ്. ബാക്ക് എനിക്ക് ഒരു ചാനൽ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ഞാൻ ക്രാഫ്റ്റ് റിലേറ്റഡ് കണ്ടന്റായിരുന്നു ആ ഒരു ചാനൽ ചൂസ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ എൻ്റെ ആ ഒരു എക്സാമിൻ്റെ ഒക്കെ സമയത്ത് ഞാൻ വീഡിയോ ഇടുന്നത് നിർത്തി. പിന്നെ ആ ഒരു മടിയൊക്കെ പിടിച്ച് പിന്നെ ആ ചാനലിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. പിന്നെ ഇത്രയും ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഐ ഹാഡ് എ തോട്ട് ഓഫ് ഗെയിനിങ് എ ഫ്രഷ് സ്റ്റാർട്ട്. സോ ദാറ്റ്സ് വൈ ഐ ആം ഹിയർ. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. See you in the next video. Bye.